ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റു, കുട്ടികൾക്ക് ഇതാ കുളിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. തീ പിടിപ്പിച്ചപ്പോൾ ഇതാ പുറത്തേക്കാണ് കേട്ടോ കത്തുന്നത്. ചില ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അടുപ്പിലെ തീയൊന്ന് പിടിച്ച് കിട്ടിയാൽ ചിലപ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വിധത്തിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ്. മാവിൽ ഞാനിതാ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളയപ്പത്തിന് കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിടാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നാളികേരം ഒന്ന് അരച്ചെടുക്കുക. അരച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കറി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കില്ലേ, കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കുക. അങ്ങനെ ഒരു കറിയാണ് കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഉടച്ചെടുക്കാനും പാകത്തിനാക്കിയിട്ടാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. രാവിലെ തന്നെ ഇതാ ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് ഇതാ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ചോര കുടിക്കാനായിട്ട് നല്ല കൊതു കേട്ടോ. രാവിലെ അതെ, വൈകുന്നേരത്തെ അതെ, ബാക്കിൽ വന്നിരിക്കാൻ തന്നെ പറ്റില്ല കേട്ടോ, അത്ര കൊതുക. ഉരുളക്കിഴങ്ങൊക്കെ ഇതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സബോള അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളയപ്പത്തിന് നിങ്ങൾക്ക് ഏത് കറി ഇഷ്ടം? ഇങ്ങനെ കറി ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതാ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിതാ നാളികേരം അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് വറവിട്ടെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതാ വെള്ളയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും സമയമായി കുട്ടികൾക്ക് പോകാനായിട്ട്. നമ്മൾ എത്ര നേരത്തെ നീച്ചാലും പോണ സമയത്തൊരു തിക്കും തിരക്കാണ് കേട്ടോ. അപ്പോൾ വേഗം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കട്ടെ. വെള്ളയപ്പം ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുത്തു. 2 ആളും അതൊക്കെ കഴിച്ചു കേട്ടോ. ആ നേരത്തൊരു തിക്കും തിരക്ക്, അത് കാരണം അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം അവർ പോകും കേട്ടോ. കിച്ചുമോൻ്റെ സൈക്കിൾ കേടുവന്ന കാരണം ഇപ്പോൾ നടന്നിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ സൈക്കിൾ നേരാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കേട്ടോ കണ്ണൻ പോയത്. അപ്പോൾ ഇതാ ഉച്ചക്കിലേക്ക് കറി വയ്ക്കാനായിട്ട് ഇതാ മുരിങ്ങയുടെ ഇല പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇല. അപ്പോൾ ഇടയ്ക്ക് അത് പൊട്ടിക്കും കേട്ടോ. കറി വയ്ക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വേഗം അത് പൊട്ടിച്ചൊരു കറി ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ പൊന്നൂസിന് ചോറ് കൊണ്ടുപോകണം. അപ്പോഴേക്കും ഞാൻ എന്താ മുരിങ്ങയുടെ ഇലയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിൽ പുഴുക്കൊത്തൊന്നുമില്ല കേട്ടോ, നല്ല ഇലയാണ് കേട്ടോ. പരിപ്പും മുരിങ്ങയുടെ ഇലയും കൂടി വെക്കാനാണ് കേട്ടോ, നാളികേരമൊക്കെ അരച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. പരിപ്പൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും വേഗം ഞാൻ മുരിങ്ങയുടെ ഇല നന്നാക്കി എടുക്കട്ടെ. ഏട്ടന് വെള്ളയപ്പത്തിന് ഉരുളക്കിഴങ്ങ് കറി വേണ്ട, ചട്നി മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നാളികേരവും വറ്റൽമുളകും ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടാ. ഇനി നീറുള്ളൂ എന്ന് പറഞ്ഞിട്ടായിട്ട് ഉരുളക്കിഴങ്ങ് കറി കഴിക്കാത്തത്. അപ്പോൾ ചട്നി ആണെങ്കിൽ ആൾക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചട്നി കൂട്ടിയിട്ടായിട്ടേട്ടൻ വെള്ളയപ്പം കഴിച്ചത്. പക്ഷേ ആയാലും വെള്ളയപ്പം ആയാലും ഒക്കെ ചൂടോട് കൂടിയിട്ട് അവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഏട്ടൻ ചായ കുടിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ വേഗം വെള്ളയപ്പം ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഏട്ടൻ കഴിക്കാനായിട്ട് വന്നപ്പോൾ ഇതാ വെള്ളയപ്പം ചട്നിയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോഴേക്കും പൊന്നൂസ് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നു കേട്ടോ, നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് കഴിക്കാതെ ആ ചക്കരക്കിഴങ്ങും പിന്നെ ഉള്ളിയും മുളകും പുളിയും കൂടിയിട്ട് ഒന്ന് ഞെരടിയെടുത്തതാണ്. അത് കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പോൾ പൊന്നൂസ് ഇതാ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. വെള്ളയപ്പം കഴിച്ച് തുടങ്ങിയിട്ട് അവൾ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല എരിവുള്ള ചമ്മന്തി ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ. നല്ല പുളിയൊക്കെ ഇട്ട് സൂപ്പറായിരുന്നു ചമ്മന്തി. അപ്പോൾ അത് കഴിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പൊന്നൂസിനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടി ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ പൊന്നൂസ് ഇന്ന് വെള്ളയപ്പമാണ് കൊണ്ടുപോകുന്നത്. ചോറ് വേണ്ട, വെള്ളയപ്പം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 വെള്ളയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ. പിന്നെ ഇതാ കറിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസിനെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് വരട്ടെ കേട്ടോ. പൊന്നൂസിനെ സ്കൂളിൽ കൊണ്ടാക്കി വന്നു. അതിനുശേഷം ഇതാ കറിയൊക്കെ വെച്ചു കേട്ടോ. മുരിങ്ങയുടെ ഇല നാളികേരത്തിൽ ജീരകമൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുള്ള കറി കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് അതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല. പിന്നെ ഉപ്പേരിക്ക് കുറച്ച് വെണ്ടക്കായ ഇരുന്നിരുന്നു, അതെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മോന് ന്യൂണ് കഴിക്കാൻ വരാണ്ട സമയമായി. അപ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി ടേബിളിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. നല്ല ഉപ്പേരിയാണ് കേട്ടോ, വെണ്ടക്കായ ഉപ്പേരി. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടണ്ട കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ.
മോന് സ്കൂളിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. കിച്ചുമോൻ പിന്നെ അവിടെ നിന്നാണ് കഴിക്കുന്നത്, അത് കാരണം അവൻ വന്നില്ല. പൊന്നൂസ് പിന്നെ കഴിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അത് പിന്നെ വൈകുന്നേരത്തെ ഏട്ടൻ മത്തി കൊടുന്നു കേട്ടോ. നല്ല കുഞ്ഞു മത്തിയാണ്, നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ടത്, എന്നിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളി കൂടാതെ നോക്കണം. മത്തി ഇങ്ങനെ മുളകിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വറ്റിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും പുളിയും പാകമാണെന്ന് നോക്കണം കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വറ്റി വരുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വറവിട്ടെടുക്കാം കേട്ടോ. കറി നന്നായി വറ്റി വന്നപ്പോൾ ഞാനിതാ ഉള്ളി കാച്ചി വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. കറി വെച്ച് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം കേട്ടോ.